ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്നുള്ള ചാപ്റ്ററിൽ തന്നെ വാലൻസ് ബോണ്ട് തിയറി എന്നുള്ള ഭാഗമാണ്. അപ്പോൾ വാലൻസ് ബോണ്ട് തിയറി എന്ന ഭാഗത്ത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ വാലൻസ് ബോണ്ട് തിയറി എന്ന് പറഞ്ഞാൽ അതൊരു തിയറിയാണ്. അതിൽ ഒരുപാട് പോസ്റ്റുലേറ്റ്സ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ അത്രയൊന്നും ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്കതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, അതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വാലൻസ് ബോണ്ട് തിയറിയിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്ന് വെച്ചാൽ, ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് തരും, എന്നിട്ട് അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ, അതിൻ്റെ സ്ട്രക്ചർ, പിന്നെ അതിൻ്റെ ഡയാമാഗ്നറ്റിക് ആണോ അതോ പാരാമാഗ്നറ്റിക് ആണോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവർ തരിക. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ക്വസ്റ്റ്യൻസ് ഇതാണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തരാം. Illustrate the hybridization structure of the compound CONH3 6 times 3 plus using VBT, വാലൻസ് ബോണ്ട് തിയറി. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വാലൻസ് ബോണ്ട് തിയറി എന്നുള്ള ഭാഗത്ത് ചോദിക്കാറുള്ളത്. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? എന്താണ്, ഇവിടെ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ട് ഇല്ലേ? ഏതാണ്? കൊബാൾട്ട് CO ഓഫ് NH3 6 times 3 plus. ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണെന്നും ഇതിൻ്റെ സ്ട്രക്ചർ എന്താണെന്നും ഒക്കെ നമ്മൾ വാലൻസ് ബോണ്ട് തിയറി വെച്ചിട്ട് കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറ്. ഇതൊരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ കണ്ടെത്താം നമുക്ക് നോക്കി നോക്കാം. ഇത് കണ്ടെത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് 3 കാര്യങ്ങൾ അറിയണം. അത് നേരെ ശ്രദ്ധിക്കാം കേട്ടോ. അതിനുള്ള ഒരു ഹിൻ്റാണ്, നമ്മൾ ആൻസർക്ക് എത്താനുള്ളൊരു ഹിൻ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ കുറച്ച് പറഞ്ഞു തരുന്നത്. എന്തൊക്കെയാണ് നോക്കി നോക്ക്. ഒരു കോമ്പൗണ്ടിൻ്റെ കോർഡിനേഷൻ നമ്പർ 4 ആണെങ്കിൽ 4, അപ്പോൾ അതിൻ്റെ ഹൈബ്രിഡൈസേഷനും അതിൻ്റെ ജോമെട്രിയും അതാണ് ഞാനിവിടെ എഴുതുന്നത്. ഒരു കോമ്പൗണ്ടിൻ്റെ കോർഡിനേഷൻ നമ്പർ 4 ആണ്. അപ്പോൾ നമുക്ക് എന്താവും അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ, എന്താവും ജോമെട്രി എന്ന് നമുക്ക് നോക്കി നോക്കാം. ഹൈബ്രിഡൈസേഷൻ എന്താവും? 4 ആണെങ്കിൽ sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. അത് നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കാൻ പറ്റും. ഹൈബ്രിഡൈസേഷൻ കോർഡിനേഷൻ നമ്പർ 4 ആണ് അല്ലേ? ഈ sp3 കൂട്ടിയാലും ഒരു S 3p, അപ്പോൾ 1 3 4 അല്ലേ? അങ്ങനെ കോർഡിനേഷൻ നമ്പർ 4 ആണെങ്കിൽ അപ്പോൾ നിങ്ങൾ പഠിച്ചു വെച്ചോ, ഹൈബ്രിഡൈസേഷൻ sp3 ആയിരിക്കും. ഹൈബ്രിഡൈസേഷൻ sp3 ആണെങ്കിൽ അതിൻ്റെ ജോമെട്രി എന്തായിരിക്കും? +1 പഠിച്ചിട്ടില്ലേ? എന്താവും? ടെട്രാഹെഡ്രൽ. എന്താണ്? ടെട്രാഹെഡ്രൽ ഇൻ ജോമെട്രി. പിന്നെ കോർഡിനേഷൻ നമ്പർ 4 തന്നെ ആണെങ്കിൽ വേറൊരു ചാൻസും കൂടി ഉണ്ട്. ഹൈബ്രിഡൈസേഷന് മാറാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഏതായിരിക്കും? DSP2 ഹൈബ്രിഡൈസേഷനും കോർഡിനേഷൻ നമ്പർ 4 കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ ജോമെട്രി എന്തായിരിക്കും? സ്ക്വയർ പ്ലാനാർ. എന്താണ്? സ്ക്വയർ പ്ലാനാർ. പിന്നെ കോർഡിനേഷൻ നമ്പർ 6 ആണെങ്കിലോ, അപ്പോൾ അവിടെ എന്തൊക്കെ ഇതുണ്ട്? sp3 D2 കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ D2 sp3 കാണിക്കാനുള്ള ചാൻസും ഉണ്ട്. അതെന്താവും? അപ്പോൾ അതിൻ്റെ ജോമെട്രി എന്തായിരിക്കും? ഒക്ടാഹെഡ്രൽ ഇൻ ജോമെട്രി ആയിരിക്കും. രണ്ടാണെങ്കിലും ഒക്ടാഹെഡ്രൽ ഇൻ ജോമെട്രി ആയിരിക്കും. ഇത് നിങ്ങൾ
ഇപ്പം തന്നെ ഇങ്ങോട്ട് പഠിച്ചു വെക്കാം. ഞാനിതേ ഉള്ളൂ പറഞ്ഞു തന്നിട്ട് കോർഡിനേഷൻ നമ്പർ 4, അതായത് ആ കോമ്പൗണ്ടിൽ 4 ലിഗാൻസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ 2 ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എങ്ങനെയൊക്കെ ആവാം? sp3 ആവാം, അല്ലെങ്കിൽ dsp2 ആവാം. sp3 ആണെങ്കിൽ അതിൻ്റെ ജോമെട്രി ടെട്രാഹെഡ്രലിൻ ജോമെട്രിയും dsp2 ആണെങ്കിൽ അതിൻ്റെ ജോമെട്രി സ്ക്വയർ പ്ലാനാറും ആയിരിക്കാം. പിന്നെയോ കോർഡിനേഷൻ നമ്പർ 6, അതായത് ഒരു കോമ്പൗണ്ടിൽ 6 ലിഗാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ ഹൈബ്രിഡൈസേഷൻ എന്തൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്? sp3 d2ഉം d2 sp3യും. അപ്പോൾ അവിടെ ജോമെട്രി എന്തായിരിക്കും? ഒക്ടാഹെഡ്രലിൻ ജോമെട്രി ആയിരിക്കും. അപ്പം നിങ്ങൾ ഇതെന്തായാലും ഇത് പഠിച്ചു വെക്കാം. ഇത് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക എന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ. ഇത് എന്തിനാണ് നമ്മളിവിടെ ഇപ്പോൾ പഠിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഇനി വേറൊരു പോയിന്റും കൂടി ഈ ഭാഗത്ത് ഈ ആൻസർ ചെയ്യാൻ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം പെയർഡ് ഇലക്ട്രോൺസ് ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഡയാമാഗ്നറ്റിക് ആയിരിക്കാം. അതെന്തിനാന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കിത് മനസ്സിലാവും. ഇനിയൊക്കെ ഇതിലേതിലെങ്കിലും ഒന്നിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കാം? ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക് ഇൻ നേച്ചർ ആയിരിക്കാം. കോമ്പൗണ്ട് പാരാമാഗ്നറ്റിക് ഇൻ നേച്ചർ ആയിരിക്കാം. അതായത് ഒരു കോമ്പൗണ്ടിൽ എല്ലാം പെയർഡ് ഇലക്ട്രോൺസ് ആണെങ്കിൽ അത് ഡയാമാഗ്നറ്റിക് ഇൻ നേച്ചറും, എല്ലാം എന്നല്ല ഏതെങ്കിലും ഒന്ന് അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കാം? ദാറ്റ് ഈസ് പാരാമാഗ്നറ്റിക് ഇൻ നേച്ചറും കാണിക്കുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. പിന്നെ വേറൊരു പോയിന്റ്, അമൈൻ, നമ്മുടെ ലിഗാൻഡ് NH3 അറിയില്ലേ? അമൈൻ ഗ്രൂപ്പ്. പിന്നെ CO കാർബോണൈൽ, പിന്നെ ഓക്സലേറ്റോ OX എന്നാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്, ഓക്സലേറ്റോ, പിന്നെ സയനോ. ഈ 4 ലിഗാൻസും സ്ട്രോങ് ലിഗാൻസ് ആണ്. ഇതും കൂടി ഓർത്തു വെക്കാം. സ്ട്രോങ് ലിഗാൻസ് ആണ്. ഈ 4 ലിഗാൻസും സ്ട്രോങ് ലിഗാൻസ് ആണ്. അമൈൻ, CO, ഓക്സലേറ്റോ, സയനോ, ഇത് 4ഉം സ്ട്രോങ് ലിഗാൻസ് ആണ്. ഇനി നമുക്ക് ഇപ്പം ഇത്രയും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് വെച്ചിട്ട് ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കി നോക്കാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ട് കൊബാൾട്ട് CO of NH3 6 times 3+ ആണ്. അപ്പോൾ ഇതിൻ്റെ ഹൈബ്രിഡൈസേഷനും ഇതിൻ്റെ സ്ട്രക്ചറും ഇത് പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ എന്നൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് നോക്കി നോക്കാം എങ്ങനെ ഇത് ചെയ്യാം. ആദ്യം ഇതിൻ്റെ ആൻസർ എഴുതുകയാണ് കേട്ടോ. നമ്മുടെ കോമ്പൗണ്ട് ഇതാണ്, CO of NH3 6 times 3+. ഈ കോമ്പൗണ്ടിൻ്റെ ആദ്യം നമ്മൾ എങ്ങനെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ പഠിച്ചു അല്ലേ? ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചില്ലേ? എങ്ങനെയാണ് കണ്ടെത്തുക? CO ഓക്സിഡേഷൻ നമ്പർ നമുക്കറിയില്ല, അപ്പോൾ X എന്ന് ഇട്ട് കൊടുത്തു. പിന്നെ NH3ൻ്റെ ഒന്നിൻ്റെ ചാർജ് 0 ആണ്, അപ്പോൾ 6 ചാർജ് 6 × 0 ഇല്ലേ? പിന്നെ ഈ ഇവിടെ പിന്നെ ഉള്ളത് നമ്മൾ ഈ മുകളിലുള്ള ഈ ചാർജ് =ൻ്റെ അപ്പുറത്ത് എഴുതണം. അതൊക്കെ അറിയാലോ അല്ലേ? 3 എന്നിട്ട് കൊടുത്തു. അപ്പോൾ എന്ത് കിട്ടി? X + 6 × 0, X + 0 = 3. ദാറ്റ് ഈസ് X = 3 എന്ന് നമ്മൾ ഇട്ടു. അപ്പം നമുക്ക് മനസ്സിലായി ഈ കൊബാൾട്ടിൻ്റെ ചാർജ്, ഈ കോമ്പൗണ്ടിലുള്ള കൊബാൾട്ടിൻ്റെ ചാർജ് 3 ആണെന്ന് കിട്ടി. അതായത് ഈ കോമ്പൗണ്ടിലുള്ള കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 3 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എഴുതേണ്ടത്, അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പ് കൊബാൾട്ടിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. കൊബാൾട്ടിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണമെങ്കിൽ എന്തറിയണം? അറ്റോമിക് നമ്പർ അറിയണം അല്ലേ? അറ്റോമിക് നമ്പർ കൊബാൾട്ട് എത്രയാണ്? St, വിക്രമൻ, പിക്കോനിക്കോസിൻ, സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്. അതായത് 27 ആണ്
കൊബാൾട്ടിൻ്റെ ആറ്റോമിക് നമ്പർ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? എന്താണ്? 1s2 2s2 കൊബാൾട്ടിൻ്റെ ആറ്റോമിക് നമ്പർ എന്താ എങ്ങനെയാവും? 1s2 കൊബാൾട്ടിൻ്റെ ആറ്റോമിക് നമ്പർ 27 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 4s2 3d7 ഇങ്ങനെയാണ് നമ്മൾ എഴുതുക അല്ലേ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് അവസാനത്തെ ഭാഗം മാത്രം എഴുതിയാൽ മതി, അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെയാണ്? 3Dയിൽ 5 ഓർബിറ്റൽസ് ആണ് ഉള്ളത് എന്നൊക്കെ അറിയില്ലേ? ഡി സബ് ഷെല്ലിൽ 5 ഓർബിറ്റൽസ് ആണെന്ന് അറിയില്ലേ? അപ്പോൾ നമുക്ക് അതിന് ഇങ്ങനെ ചിത്രം വരച്ചൂടെ ഇല്ലേ? അപ്പോൾ ഈ 3D ഓർബിറ്റലിന് ഞാനിങ്ങനെ എഴുതി. പിന്നെ 4sൽ ഒരു ഓർബിറ്റലല്ലേ ഉള്ളത്, അപ്പോൾ ഞാൻ ഈ 4sന് ഇങ്ങനെ എഴുതി. പിന്നെ 4p അതിന് ഞാനിങ്ങനെ എഴുതി. ഇനിയോ 3Dയിൽ എത്ര ആളുണ്ട് എന്നാണ് പറയുന്നത്? 7 ആളുണ്ട്. അപ്പോൾ 1 ഇവിടെ, 2 ഇവിടെ, 3 ഇവിടെ, 4 ഇവിടെ, 5 ഇവിടെ, 6 ഇവിടെ, 7 ഇവിടെ. ഇങ്ങനെയാണ് പെയറിങ് നടക്കുക അല്ലേ. ആദ്യം ഇവിടെ ഒക്കെ പെയർ ചെയ്തിട്ടാണ് എല്ലാ ഓർബിറ്റൽസും പെയർ ചെയ്തിട്ടുള്ളൂ. പിന്നെ എല്ലാ ഓർബിറ്റൽസും ഫില്ല് ചെയ്തിട്ടുള്ളൂ. പിന്നീട് പെയറിങ് നടക്കുക അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. എന്നിട്ട് പെയറിങ് ഇങ്ങനെ 6ാമത്തെ 7ാമത്തെ ഇലക്ട്രോൺസിനെ ഞാൻ ഇങ്ങനെ എഴുതി. പിന്നെ 4sൽ ആരുണ്ട്? 2 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതിനെ ഞാനൊന്ന് പിക്ചറൈസ് ചെയ്ത് കാണിച്ചു എന്നുള്ളൂ ഇവിടെ. ഓക്കെ, ഈ 3Dനെ ഞാൻ ഇവിടെയും കാണിച്ചു, 4sനെ ഇവിടെ ഇങ്ങനെയും കാണിച്ചു. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കൊബാൾട്ടിൻ്റെ ആറ്റോമിക് നമ്പറാണ് നമ്മൾ എഴുതിയത് അല്ലേ. അതിനെയാണ് നമ്മൾ എന്നിട്ട് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി നമ്മൾ CO3+ൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നു, അതിനെ ഇങ്ങനെ പിക്ചറൈസ് ചെയ്യുന്നു. അപ്പോൾ CO3+, എവിടുന്ന ഈ 3+ കിട്ടിയത്? ഓക്സിഡേഷൻ നമ്പർ 3 ആണ് അല്ലേ. അതായത് ഈ കോമ്പൗണ്ടിലുള്ള കൊബാൾട്ടിൻ്റെ ചാർജ് 3+ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും CO3+ നമ്മൾ എഴുതുന്നു. CO3+ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഈ ഇലക്ട്രോണിക് ഇതിൻ്റെ 27 ആണ് ഇതിൻ്റെ ആറ്റോമിക് നമ്പർ. അതായത് അതിൽ 27 ഇലക്ട്രോൺസ് ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിൽ CO3+ എന്ന് പറഞ്ഞാൽ ആ 27 ഇലക്ട്രോണിൽ നിന്നും 3 ഇലക്ട്രോണിനെ ഇത് കൊബാൾട്ട് വിട്ടുകൊടുത്തിട്ടുണ്ട്, അതാണ് അതിനർത്ഥം. അപ്പോൾ എങ്ങനെയൊക്കെ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക? 1s2 2s2 2p6 3s2 3p6 പിന്നെയോ 4s ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഷെല്ല് അല്ലേ. അതിലുള്ള 2 ഇലക്ട്രോൺസ് അതിനാദ്യം വിട്ടുകൊടുത്തിട്ടുണ്ടാകും. പിന്നെ 3Dത്തെ 1 ഇലക്ട്രോണിനെയും വിട്ടുകൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ 4sൽ പിന്നെ ഇവിടെ ഇലക്ട്രോൺ ഉണ്ടാവുമോ? ഇല്ല, അത് വിട്ടുകൊടുത്തു. പിന്നെ 3Dത്തെ 1 പോയി, ബാക്കി ഇവിടെ എത്ര ഉണ്ടാവുള്ളൂ? 3d6. അപ്പം അതിനെ ഞാനൊന്ന് ഇവിടെ പിക്ചറൈസ് ചെയ്തു. എങ്ങനെയാണ്? ഇതേപോലെ തന്നെയാണ്. 3D സബ് ഷെല്ലിനെ ഞാനിങ്ങനെ ചെയ്തു. 1 ഇവിടെ, 2 ഇവിടെ, 3 ഇവിടെ, 4 ഇവിടെ, 5 ഇവിടെ, 6 ഇവിടെ. ഇവിടെ 6 ഇലക്ട്രോൺസേ ഉള്ളൂ, 1 പോയി. പിന്നെ ഈ 4sത്തെ 2 പോയി, അങ്ങനെയാണ് ഇവിടെ 3 പോയത് അല്ലേ. അപ്പോൾ ഇങ്ങനെ 6 ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ട്. പിന്നെയോ 4sൽ ആളുണ്ടോ? ഇല്ല. 3Dയിൽ 6 ഇലക്ട്രോണ്, 4sൽ ആളില്ല. പിന്നെ 4p ഇവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ് ഇല്ലേ. അപ്പോൾ നമ്മൾ 3 സ്റ്റെപ്പ് നമ്മൾ ഇതുവരെ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ കോമ്പൗണ്ടിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തി, പിന്നെ അതിൻ്റെ മെറ്റലിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി അതിനൊന്ന് പിക്ചറൈസ് ചെയ്തു. പിന്നെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തിയിട്ട് അതിൻ്റെ ചാർജുള്ള ഒരു CO3+ൻ്റെ എന്ത് ചെയ്തു? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി അതിൻ്റെ പിക്ചറൈസ് ചെയ്തു. ഇനി ബാക്കിയുള്ള സ്റ്റെപ്പ് ഇനി എന്താ നമ്മൾ നോക്കുന്നത്? ഇപ്പോൾ CO3+ൻ്റെ നമ്മൾ എഴുതി. ഇനി ഇവിടുത്തെ ലിഗാൻഡ് ഉണ്ടല്ലോ, ഈ ലിഗാൻഡ് എന്താണ്? അമൈൻ ഗ്രൂപ്പാണ് അല്ലേ.
ഈ ലിഗാൻഡ് അമൈൻ ഗ്രൂപ്പാണ്. ഈ അമൈൻ ഗ്രൂപ്പ് എന്താണ്? ഒരു സ്ട്രോങ് ലിഗാൻഡാണ് അല്ലേ? അപ്പോൾ ഈ സ്ട്രോങ് ലിഗാൻഡാണ് ഈ മെറ്റലിൻ്റെ അടുത്തേക്ക് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെ കൊബാൾട്ട് മെറ്റൽ ഉണ്ട്. ഈ മെറ്റലിൻ്റെ അടുത്തേക്ക് സ്ട്രോങ് ലിഗാൻഡാണ് വരുന്നത്. അപ്പോൾ സ്ട്രോങ് ലിഗാൻഡ് വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കി നോക്കാം. എങ്ങനെയാണ്? ഇവിടെ കൊബാൾട്ട് 3+ ആണ് ഉള്ളത് അല്ലേ? അപ്പോൾ അതിൻ്റെ 3D ഓർബിറ്റിൽ ഞാൻ ഇവിടെ ഇങ്ങനെ വരക്കുന്നുണ്ട്. 3Dയിൽ 6 ഇലക്ട്രോൺസ് അല്ലേ? പിന്നെ 4sൽ ആരും ഇല്ലേനും, അത് മതി. ഇനി ഇതിലേക്കാണ്, ഇതാകുമ്പോൾ കൊബാൾട്ട് ഉള്ളത്, ഇതിലേക്കാണ് നമ്മുടെ സ്ട്രോങ് ലിഗാൻഡ് വരുന്നത്. സ്ട്രോങ് ലിഗാൻഡ് വരുമ്പോൾ അവിടെ ഫോഴ്സ്ഡ് പെയറിംഗ് ആണ് നടക്കുക. എന്താണ്? ഫോഴ്സ്ഡ് പെയറിംഗ്. ഫോഴ്സ്ഡ് പെയറിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയോ? സ്ട്രോങ് ലിഗാൻഡ് ഇതിൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ സ്ട്രോങ് ലിഗാൻഡ് എന്ത് ചെയ്യും? ഇങ്ങോട്ട് തള്ളും. ഈ ഇലക്ട്രോൺസിനൊക്കെ പാടെ പിടിച്ചിട്ട് ഇങ്ങോട്ട് തള്ളും. അതാണ് ഫോഴ്സ്ഡ് പെയറിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എങ്ങനെ ആയിരിക്കാം അതിൻ്റെ പിന്നെ ഉള്ള ഷേപ്പ്? എങ്ങനെ ആയിരിക്കാം നോക്കുക. വെൻ ലിഗാൻഡ് വന്നു കേട്ടോ, ലിഗാൻഡ് വന്നപ്പോൾ ഈ ഇലക്ട്രോൺസ് എവിടേക്കൊക്കെ പോയി നോക്കി നോക്കാം. ഇവിടെ ഇനി ഇലക്ട്രോൺസിനെ കൊള്ളാനുള്ള സ്ഥലമല്ല അല്ലേ? 2 എണ്ണം ഓൾറെഡി ഉണ്ട്. ഒരു ഓർബിറ്റലിൽ 2 ആൾക്കാരാണെന്നൊക്കെ നമുക്ക് പഠിച്ചിട്ടില്ലേ? പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ 2 ആൾക്കാരുണ്ട്, അപ്പോൾ ഇവിടെ കൊള്ളൂല. ഇനി എന്ത് ചെയ്തു? ഇവിടുത്തെ ആളുണ്ടല്ലോ, ഇവിടുത്തെ ആളെ ഈ ലിഗാൻഡ് വന്നിട്ട് ഇങ്ങോട്ട് തള്ളിയപ്പോൾ ഇതെന്ത് ചെയ്തു? ഇത് ഇങ്ങോട്ട് പോയി ഇതിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഇത് രണ്ടും ഇങ്ങോട്ട് എത്തി. പിന്നെയോ ഈ ഓർബിറ്റലിൽ ഒരാളുണ്ട്, ഈ ഓർബിറ്റലിലും ഒരാളുണ്ട് ശരിക്ക്. അപ്പോൾ ഈ ഇലക്ട്രോണിനെയും ഈ സ്ട്രോങ് ലിഗാൻഡ് എന്ത് ചെയ്തു? ഇങ്ങോട്ട് തള്ളി. അങ്ങനെ ഇവിടേക്ക് എത്തി. അപ്പോൾ 3D എങ്ങനെയുള്ള 3Dയിൽ എല്ലാവരും നിറഞ്ഞു നിൽക്കായിരുന്നു അല്ലേ? എല്ലാ ഓർബിറ്റലിലും എന്തുണ്ടായിരുന്നു? ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു. പക്ഷെ അതെന്ത് ചെയ്തു? ഇത് ലിഗാൻഡ് വന്നിട്ട് അതിനങ്ങോട്ട് തള്ളി. ഫോഴ്സ്ഡ് പെയറിംഗ് നടന്നു. അപ്പോഴോ എങ്ങനെയൊക്കെ ബാക്കി ഉണ്ടായി? ഡി ഓർബിറ്റലിൽ 2 സ്പേസ് ഉണ്ടായി അല്ലേ? പിന്നെ 4sലും ഒന്നുണ്ട്, പിന്നെ പിയിലും ഉണ്ട് അല്ലേ? ഇനി ഇങ്ങനെ വന്നിട്ട് ഈ സ്ട്രോങ് ലിഗാൻസ് പിന്നെ നിൽക്കുക എവിടെയാണെന്നറിയോ? ഇവിടെ ഈ സ്ഥലങ്ങളിൽ. ഏതൊക്കെ സ്ഥലമാണുള്ളത്? ഡീൻ്റെ 2 എണ്ണം, പിന്നെ എസിൻ്റെ 1, 3 പി, D2sp3 അല്ലേ? D2sp3. അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതി വെക്കുക, ഫോർമേഷൻ ഓഫ് CONH3 6 times 3+. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കാം അതിൻ്റെ ഇത് 3D ആണല്ലേ? ഇവിടെ ആ മെറ്റലിലുള്ള CO എന്നുള്ള മെറ്റലിലുള്ള ഇലക്ട്രോൺസ്, പിന്നെയോ ഇത് എസിലുള്ളത്, ഇത് പിയിലുള്ളത്. അപ്പോൾ ഈ 6 ലിഗാൻസ് ഉണ്ട് അല്ലേ? 6 ലിഗാൻസ് ആണ് ഈ മെറ്റലിൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ഈ ലിഗാൻസ് 1 ഇവിടെ നിൽക്കും, 6 1 ഇവിടെ നിൽക്കും, 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 1 ഇവിടെ നിൽക്കും. അപ്പോൾ ഉണ്ടോ 6 2 എണ്ണം ഏതിൽ നിന്നു? D2ൽ നിന്നു. 1 എസിൽ നിന്നു, 1 പിയിൽ നിന്നു. അങ്ങനെ നമുക്ക് ഹൈബ്രിഡൈസേഷൻ എന്ത് കിട്ടി? D2sp3 ഹൈബ്രിഡൈസേഷൻ ആണ് ഈ കോമ്പൗണ്ടിനുള്ളത് എന്ന് നമുക്ക് കിട്ടി അല്ലേ? ഇനി D2sp3 ഹൈബ്രിഡൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാണ് ഷേപ്പ് ഇവിടെ കിട്ടുക? ഒക്ടാഹെഡ്രലിൻ ഷേപ്പ് ആയിരിക്കും. അപ്പം നമുക്ക് ഈ കോമ്പൗണ്ടിൻ്റെ ഷേപ്പ് നമുക്ക് മനസ്സിലായി, ഒക്ടാഹെഡ്രലിൻ ഷേപ്പാണ് നമുക്ക് കിട്ടി അല്ലേ? ഒക്ടാഹെഡ്രലിൻ ഷേപ്പ്. അപ്പോൾ ഷേപ്പ് നമുക്ക് കണ്ടെത്തി, നമ്മൾ ഹൈബ്രിഡൈസേഷനും കണ്ടെത്തി. പിന്നെ എന്താ കണ്ടെത്തേണ്ടത്? ഇത് ഡയാമാഗ്നറ്റിക് ആണോ പാരാമാഗ്നറ്റിക് ആണോ എന്ന് കണ്ടെത്തണം.
അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഓർബിറ്റലിൽ പെയർ ചെയ്യാത്ത ഇലക്ട്രോൺസ് ഉണ്ടോ ഇല്ല, എല്ലാം പെയർഡ് ഇലക്ട്രോൺസ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഡയാമാഗ്നറ്റിക് ഇൻ നാച്ചറും ആണെന്ന് നമുക്ക് പറയാം. ഡയാമാഗ്നറ്റിക് ഇൻ നാച്ചർ. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ മനസ്സിലായാൽ നല്ല സുഖമാണ്. 4 മാർക്ക് ഈസി ആയിട്ട് നേടാൻ പറ്റും. ഇങ്ങനെയാണ്, ഒന്നും കൂടി പറയാം. ഒരു കോമ്പൗണ്ട് തന്നിട്ട് അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ സ്ട്രക്ചർ, പിന്നെ അത് ഡയാമാഗ്നറ്റിക് ആണോ പാരാമാഗ്നറ്റിക് ആണോ എന്നാണ് നമ്മളോട് കണ്ടെത്താൻ ചോദിക്കുക യൂസിങ് ബാലൻസ് ബോണ്ട് തിയറി. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ആ കോമ്പൗണ്ടിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തുക. എന്നിട്ട് ആ കോമ്പൗണ്ടിലുള്ള മെറ്റലിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. പിന്നെ അതിൻ്റെ ചാർജും കൂടി എഴുതിയിട്ട്, ആ മെറ്റലിൻ്റെ ചാർജും കൂടി കണ്ടെത്തിയിട്ട് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അതിനൊന്ന് പിക്ചറൈസ് ചെയ്യുക. എന്നിട്ട് സ്ട്രോങ് ലിഗാൻഡ് ആണോ വീക്ക് ലിഗാൻഡ് ആണോ നോക്കുക. സ്ട്രോങ് ലിഗാൻഡ് ആണെങ്കിൽ അവിടെ ഫോഴ്സ്ഡ് പെയറിംഗ് ആയിരിക്കും. എന്നിട്ട് ഫോഴ്സ്ഡ് പെയറിംഗ് നടത്തിയിട്ടുള്ള ചിത്രം എഴുതുക. എന്നിട്ട് ബാക്കി ആരാണോ വരുന്നത് അതായിരിക്കും അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ. ഇപ്പോൾ നോക്കി നോക്കൂ, ഇവിടെ ഈ ഡിയിൽ ഇങ്ങനെ തള്ളിയാൽ ഡിയിൽ 2 ബാക്കിയുണ്ട്. അപ്പോൾ അതിൽ ഹൈബ്രിഡൈസേഷൻ എഴുതാൻ നമുക്ക് 1 കിട്ടി, D2 കിട്ടി, പിന്നെ 1 S, പിന്നെ Pയിൽ അല്ലേ 3 Pയിൽ. അപ്പോൾ നമുക്ക് D2sp3 എന്ന് നമ്മൾ കിട്ടും. എവിടുന്നാണ് ഈ 6 നമ്മൾ എഴുതിയത്? ഇവിടെ 6 ലിഗാൻസ് അല്ലേ ഉള്ളത് അല്ലേ. അപ്പോൾ ആ 6 ലിഗാൻസിന് നിൽക്കാനുള്ള സ്ഥലം വേണം അല്ലേ. അങ്ങനെയാണ് ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 5, ഇവിടെ 6. അങ്ങനെയാണ് നമുക്ക് D2sp3 ഹൈബ്രിഡൈസേഷൻ ആണെന്ന് നമ്മൾ കണ്ടെത്തുന്നത്. അങ്ങനെ ഒക്ടാഹെഡ്രലിൻ ജോമെട്രി ആണെന്ന് കിട്ടി, അത് ഡയാമാഗ്നറ്റിക് ആണെന്നും കിട്ടി. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടി ചെയ്യാം. വേറൊരു കോമ്പൗണ്ടാണ് COF6 ഇതിൻ്റെ ഹൈബ്രിഡൈസേഷനും പിന്നെ സ്ട്രക്ചറും ഇത് ഡയാമാഗ്നറ്റിക് ആണോ പാരാമാഗ്നറ്റിക് ആണോ എന്നൊക്കെയാണ് നമ്മളോട് കണ്ടെത്താൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടെത്തുക എന്ന് നമുക്കൊന്നും കൂടി ഡിസ്കസ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ എന്താണ്, കൊബാൾട്ടാണ് മെറ്റൽ അല്ലേ. ഫ്ലൂറിൻ അറിയില്ലേ, അപ്പോൾ ഫ്ലൂറൈഡോ ഇല്ലേ, അതാണ് നമ്മുടെ ലിഗാൻഡ്. എത്ര ലിഗാൻഡ് ഉണ്ട്? 6 ലിഗാൻഡ് ഉണ്ട്. 6 ലിഗാൻഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 6 ആണ് ഇല്ലേ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യാമെന്ന്. ആദ്യം എന്താ നമ്മുടെ സ്റ്റെപ്പ്? ഫസ്റ്റ് ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തണം ഇല്ലേ. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തുക. ഓക്സിഡേഷൻ നമ്പർ എന്താ, എങ്ങനെയാണ് കണ്ടെത്തുക? CO നമുക്കറിയില്ല അല്ലേ, അപ്പോൾ X ഇട്ടു അല്ലേ. പിന്നെ ആ ഒരു ഫ്ലൂറൈഡോൻ്റെ നമുക്ക് ഒരു ചാർജ് നമുക്കറിയാം, എന്താ, ഒന്നിൻ്റെ ചാർജ് എന്താണ്? -1 അല്ലേ, ആ ബോക്സിലുണ്ട്. അപ്പോൾ 6 ചാർജ് എന്തായിരിക്കാം? 6 × -1 ഇല്ലേ. ഇനി വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈക്വൽ ടു പിന്നെ മേലല്ല അതിൻ്റെ ചാർജ് -3 അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടി X + -6. 6 × 1 1 ആണ്. അപ്പോൾ 6 × -1 -6 ആണ്. അപ്പോൾ X - 6 = -3 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ X = എന്ത് കിട്ടും? -3 + 6. അപ്പോൾ വലുതിൽ ഒരു പോസിറ്റീവ് സംഖ്യയും ഒരു നെഗറ്റീവ് സംഖ്യയുമാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താ ചെയ്യുക? അത് കുറക്കാൻ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നടല്ലേ ചെയ്യാം. അപ്പോൾ X = എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് കൊബാൾട്ടിൻ്റെ ചാർജ് എത്രയാണ്? 3 ആണ്, +3 ആണ് അല്ലേ. അപ്പോൾ പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ് നമ്മുടേത്? കൊബാൾട്ടിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അറിയില്ലേ, ഇനി അത് ചെയ്യണ്ടല്ലോ. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് നമ്മളത്? കൊബാൾട്ട് CO3+ ആണ് ചാർജ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക, അതിനൊന്ന് പിക്ചറൈസ് ചെയ്യുക അല്ലേ. അപ്പോൾ CO3+ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ചെയ്തു. ഏതൊക്കെയായിരുന്നു? 3Dയിൽ 6 ഉണ്ടാകും. 3Dയിൽ 6 ആൾക്കാർ അല്ലേ. പിന്നെ 4S ഒന്നുണ്ടാകും. ആരും ഉണ്ടാവുമോ? ഇല്ല. നേരത്തെ ഇത് ചെയ്തതുകൊണ്ടാണ് ഞാനിതിവിടെ എഴുതാത്തത് കേട്ടോ. പിന്നെ 4Pയിലോ 3 ആളുകളും ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ 3Dയിൽ 6 ആൾ, 4Sൽ ആരുമില്ല, 4Pയിലും ആരുമില്ല. ഇനി നോക്കൂ, ഇനി എന്താണ് അടുത്തത്? ലിഗാൻസ് വരികയാണ് അല്ലേ. അപ്പോൾ ലിഗാൻസ് വരിക എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ലിഗാൻസ് ആണെങ്കിൽ അവിടെ എന്തുണ്ടാകും? ഫോഴ്സ്ഡ് പെയറിംഗ് ഉണ്ടാകും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ
ഫ്ലൂറൈഡോ ആണ് വരുന്നത്, ലിഗാൻഡ് അതാണ് വരുന്നത്. ഈ മെറ്റലിൻ്റെ അടുത്തേക്ക് ഫ്ലൂറൈഡോ എന്ന് പറഞ്ഞ ഇതിങ്ങോട്ട് വരികയാണ്. അപ്പോൾ അവിടെ എന്തായിരിക്കാം, അത് സ്ട്രോങ് ലിഗാൻഡ് ആണോ വീക്ക് ലിഗാൻഡ് ആണോ? നേരത്തെ എഴുതി തന്നതിലുണ്ടോ? ഇല്ല. നേരത്തെ ഏതൊക്കെയായിരുന്നു? അമൈന്, ഓക്സലേറ്റോ, CN, പിന്നെ CO കാർബണൈൽ. ഈ 4 ലിഗാൻഡ്സ് ആണ് സ്ട്രോങ് ലിഗാൻഡ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഫ്ലൂറൈഡോ അതിലുള്ള ലിഗാൻഡ് ആണോ? അല്ല. അപ്പോൾ അതൊരു വീക്ക് ലിഗാൻഡ് ആണ് അല്ലേ? അപ്പോൾ വീക്ക് ലിഗാൻഡ് ആണ് വരുന്നത് വെച്ചെങ്കിൽ എന്താണ് നമുക്ക് നോക്കി നോക്കാം. ഇഫ് F6 since fluorido ligand is approaches, ഫ്ലൂറൈഡോ ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ എതിർക്കൊക്കെ കൊണ്ട് വരികയാണ്. അപ്പോൾ എന്താ ഉണ്ടാവുക? അവിടെ ഫോഴ്സ്ഡ് പെയറിങ് നടക്കുമോ? ഇല്ല. അപ്പോൾ എവിടെ എങ്ങനെയാണ് പെയറിങ് നടക്കുക? ഈ നിൽക്കുന്ന ആൾക്കാർ ഇവിടെ തന്നെ നിൽക്കും. പിന്നെ ഈ ഫ്ലൂറിൻ പറയുന്നത് വീക്ക് ലിഗാൻഡ് ആണ്. അപ്പോൾ ഈ ഫ്ലൂറൈഡോ ലിഗാൻഡ് എവിടെ നിൽക്കുക അറിയോ? ഈ 4s പിന്നെ 4p പിന്നെ ഇവിടെ 4d ഉണ്ടാവും. ഇവിടെ 4d ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ 6 ലിഗാൻഡ്സ് എവിടെയാണ് നിൽക്കുക? ഇവിടെ തള്ളി മാറ്റൂല. കാരണം ഫ്ലൂറൈഡോ ലിഗാൻഡിന് അത്ര കപ്പാസിറ്റി ഇല്ല, ഇവരെ തള്ളി മാറ്റാനുള്ള കപ്പാസിറ്റി ഇല്ല. അതൊരു വീക്ക് ലിഗാൻഡാണ്. അപ്പോൾ ഈ 6 ഫ്ലൂറൈഡോ ലിഗാൻഡ്സ് നിൽക്കുക ഇവിടെയാണ്. 4s 4p പിന്നെയോ 4d ഏതിലൊക്കെ വരും? ഇപ്പം എത്ര എണ്ണത്തിൽ നിന്നു? ഇതിൽ ഒരു ഫ്ലൂറൈഡോ ലിഗാൻഡ് ഇവിടെ നിന്നു, 4s നിന്നു. 1 ഇവിടെ നിന്നു, 2, മൂന്നാമത്തെ ആൾ ഇവിടെ നിന്നു, 4 ഇവിടെ നിന്നു, 5 ഇവിടെ നിന്നു, 6ാമത്തെ ആൾ ഇവിടെ നിന്നു. അപ്പം നമുക്ക് ഹൈബ്രിഡൈസേഷൻ എന്താ കിട്ടിയത്? sp3d2 ഹൈബ്രിഡൈസേഷൻ ആണ് നമുക്ക് കിട്ടിയത് അല്ലേ? sp3d2 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ അതിൻ്റെ ജോമെട്രി എന്തായിരിക്കാം? അത് ഒക്ടാഹെഡ്രലിൻ ജോമെട്രി ആണ് അല്ലേ? ഒക്ടാഹെഡ്രലിൻ ജോമെട്രി അല്ലേ? ഇത് പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ? ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട് ഇല്ലേ? പെയർ ചെയ്യാത്ത ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഇതെന്തായിരിക്കാം? ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക് ഇൻ നാച്ചർ. ഇത് പാരാമാഗ്നറ്റിക് ഇൻ നാച്ചറാണ്. കാരണം ഇവിടെ എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്? 4 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. പെയർ ചെയ്തിട്ടില്ലല്ലോ അല്ലേ? അപ്പോൾ അതുകൊണ്ട് പാരാമാഗ്നറ്റിക് ഇൻ നാച്ചറാണ്. നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം, സ്ട്രോങ് ലിഗാൻഡ്സ് ആണ് ഉള്ളത് വെച്ചെങ്കിൽ, ആ കോമ്പൗണ്ടിൽ സ്ട്രോങ് ലിഗാൻഡ്സ് ആണ് ഉള്ളത് വെച്ചെങ്കിൽ അത് ഡയാമാഗ്നറ്റിക് ആവാനാണ് കൂടുതൽ ചാൻസ്. കാരണം അവിടെ ഫോഴ്സ്ഡ് പെയറിങ് നടന്നിട്ട് ഒന്നും പാരാമാഗ്നറ്റിക് ഉണ്ടാവാറില്ല. ചാൻസ് മിക്കവാറും ചാൻസ് ഡയാമാഗ്നറ്റിക് ആവാനാണ്. പിന്നെ പക്ഷേ വീക്ക് ലിഗാൻഡ് ആണെങ്കിലോ അത് ഡയാമാഗ്നറ്റിക് ഇൻ നാച്ചുറും ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് കൂടുതൽ എക്സാമ്പിൾസ് ചെയ്യാം. ഇനി നമുക്ക് പറയാനുള്ളത് ഒരു ചെറിയൊരു ടോപ്പിക്കും കൂടിയാണ്, മെറ്റൽ കാർബണൈൽസ് എന്ന് പറയുന്നത്. എന്താണ് മെറ്റൽ കാർബണൈൽസ്? അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. 2018, 19 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് മെറ്റൽ കാർബണൈൽസ് എന്ന് പറയുന്നത്? അപ്പോൾ എന്താണ് മെറ്റൽ കാർബണൈൽസ് എന്ന് പറഞ്ഞാൽ, കാർബൺ മോണോക്സൈഡ് അതായത് CO ഇല്ലേ, കാർബൺ മോണോക്സൈഡ് ലിഗാൻഡ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണ് മെറ്റൽ കാർബണൈൽസ് എന്ന് പറയുന്നത്. എന്താണ് അത്? കോമ്പൗണ്ട്സ് ആണ്. മെറ്റൽ കാർബണൈൽസ് ആർ ദ കോമ്പൗണ്ട്സ്. അപ്പോൾ കോമ്പൗണ്ട്സ് ആണ്. അതിൽ ഏത് ലിഗാൻഡ് ആയിരിക്കും ഉണ്ടാവുക? CO ഇല്ലേ? CO എന്ന് പറഞ്ഞ ലിഗാൻഡ് ഇല്ലേ, കാർബണൈൽ. ഈ കാർബണൈൽ ലിഗാൻഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെ നമ്മൾ പറയുന്ന പേരാണ് മെറ്റൽ കാർബണൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാട്ട് ഈസ് മെറ്റൽ കാർബണൈൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതങ്ങോട്ട് എഴുതി വെക്കുക. CO കാർബണൈൽ ഗ്രൂപ്പ്, അത് ലിഗാൻഡായി വരുന്ന കോമ്പൗണ്ടുകളെയാണ് നമ്മൾ മെറ്റൽ കാർബണൈൽസ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റത്തെ ഒരു ഭാഗം കൂടി. എന്തൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത്? കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ പറ്റിയിട്ടാണ്.
അപ്പോൾ ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ അപ്ലിക്കേഷൻസും കൂടിയും ചോദിച്ചിട്ടുണ്ട് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ അതും കൂടിയാണ് ഞാൻ ഇതിൽ കൂടെ ഉൾപ്പെടുത്തുന്നു. നോട്ട് ചെയ്ത് വെക്കുക. അപ്ലിക്കേഷൻസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അപ്ലിക്കേഷൻസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട് CC എന്ന് പറയുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ട് ആട്ടോ. അതിൻ്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. ഇവിടെ ഇത് അനാലിറ്റിക്കൽ കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്നു. ഇൻ അനാലിറ്റിക്കൽ കെമിസ്ട്രിയിലെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ റേറ്റ് 4 അപ്ലിക്കേഷൻസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട് 2 വർഷത്തെ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇൻ അനാലിറ്റിക്കൽ കെമിസ്ട്രിയിൽ കോർഡിനേഷൻ കോമ്പൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെയോ ഇൻ ബയോളജിക്കൽ സിസ്റ്റത്തിലും ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മെറ്റൽസ് എക്സ്ട്രാക്ട് ചെയ്യുക. നിങ്ങൾ പഠിച്ചിട്ടില്ലേ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് വേർതിരിക്കുക. അതിലും നമ്മൾ ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെയോ മെഡിസിൻസ്. അപ്പോൾ ഈ 4 കാര്യങ്ങളും ഓർത്തു വെക്കുക. മെഡിസിൻസിലും പിന്നെ അനലിറ്റിക്കൽ കെമിസ്ട്രിയിലും ബയോളജിക്കൽ സിസ്റ്റത്തിലും പിന്നെ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസിലും ഒക്കെ കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നല്ല വൈഡ് അപ്ലിക്കേഷനുള്ള ഒരു കോമ്പൗണ്ടാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കും.